ഇന്ന് ജൂൺ 21 ഇന്നത്തെ ദിവസം. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ. 2015 മുതലാണ് നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി ഇതിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ മേഖലകളിലും, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ വളരെ വിപുലമായ രീതിയിൽ ആഘോഷ പരിപാടികൾ ഇപ്പോൾ നടക്കുകയാണ്. UAE-യിൽ പ്രത്യേക സാഹചര്യങ്ങൾ, നമുക്കറിയാം വിശുദ്ധ റമദാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ ചില സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് ഇന്നലെ രാത്രിയാണ് പലയിടങ്ങളിലും, അബുദാബിയിലും ദുബൈയിലും റാസൽ ഖൈമയിലും എല്ലാ എമിറേറ്റുകളിലും വിപുലമായ രീതിയിൽ യോഗ ദിനം ആഘോഷിച്ചത്. അബുദാബി ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു യോഗാ ദിനം ആഘോഷിക്കപ്പെട്ടത്. ദുബൈയിൽ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിലും ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിലുമൊക്കെ യോഗാ ദിനം കാര്യമായ രീതിയിൽ തന്നെ ആഘോഷിച്ചു. ഇതിലൊരു കാര്യമുണ്ട് കെ, നമുക്കറിയാം 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിനെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ഈ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത്. കാരണം ഇന്ത്യയുടെ ഏറ്റവും പുരാതനമായ, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകങ്ങളിൽ മികച്ചതായി ഈ ഒരു യോഗ എന്ന ഈ ഒരു ദിനചര്യയെ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു സിങ്ക് കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു യോഗയ്ക്ക് ഡെയിലി നമ്മൾ യോഗ അഭ്യസിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ഈ ഒരു പൈതൃകത്തെ അംഗീകരിച്ചതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് നമ്മൾ 2015 മുതൽ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ബുർജ് പാർക്കിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള വിപുലമായ പരിപാടികൾ നടന്നത്. ഇതിന്റെ ഒരു ജനപങ്കാളിത്തത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ നേരത്തെ നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രയധികം ജനപങ്കാളിത്തം ഇതിനകത്തുണ്ടായി. എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ ജനങ്ങൾ അത്രയും താല്പര്യത്തോടു കൂടി ഇതിനെ സമീപിച്ചു. അത്രയധികം ജനത്തിരക്ക് ഇതിനുണ്ടായി എന്നുള്ളതാണ്. ചാനൽ D കവർ ചെയ്ത ആ ദൃശ്യങ്ങളിലേക്ക് ബുർജ് പാർക്കിൽ നടന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗാ ദിന പരിപാടികളിലേക്ക്. Yoga is the biggest gift given by India to the entire world. It is not just about the body, it is a combination of body, mind and soul. Yoga is about connecting people from the bottom of their heart, beyond any boundaries, beyond any religion. It is bringing people together for celebrating life, celebrating peace, celebrating enthusiasm and bringing everybody from different walks of life under one platform. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ആണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ബുർജ് ഖലീഫയുടെ താഴെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ വെരി പ്രൗഡ് ഓഫ് ആർട്ട് ഓഫ് ലിവിംഗ് ഹാവിങ് കണ്ടക്റ്റഡ് ദിസ് പ്രോഗ്രാം ഓവർ ഹിയർ.
yoga is a way of life. Endina yoga ennu choicha, it will bring out the whole potential of a person. Or mind body combination aanu, and it brings the best out of you. Adinana yoga. I am with Art of Living for the past 5 years. സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ മൈൻഡിന് വേണ്ടിയിട്ടാണ്. ശരീരത്തിനെക്കാട്ടിലും കൂടുതൽ ഫോക്കസ്ഡ് ആവാനും മനസ്സ് വളരെ ശാന്തമായിട്ട് ഒരു ദിവസം മുഴുവൻ കാത്തു സൂക്ഷിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് യോഗയ്ക്ക് വേണ്ടി രാവിലെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ വളരെ ശാന്തമായിട്ടും അതുപോലെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഒത്തിരി ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് പറ്റും. Today is a very iconic day for the Yoga Day to be happening here in Burj Khalifa. वैसे आज योग विश्व को भी जोड़ रहा है. It's our pleasure that all of you have made it to this celebration of the 3rd International Day of Yoga today in Dubai. And thank you to all of you yoga enthusiasts who have turned up here along with the Art of Living team and volunteers as well as my consulate colleagues who have come here for the Yoga Day event.